ക്രിമിനൽ സൈക്കോളജിയെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും ഉപയോഗപ്രദമായ ഉപകരണങ്ങളിൽ ഒന്ന്. ഇത് ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ തകർത്ത പ്രമുഖമായ 5 കേസുകളിൽ പ്രകടമാണ്. അതിലൊന്നാണ് ടെഡ് ബണ്ടിയുടെ കേസ്. എല്ലാ വർഷവും സാങ്കേതിക വിദ്യകൾ കൂടുതൽ സങ്കീർണമായി മാറുകയാണെങ്കിലും ഫോറൻസിക് സൈക്കോളജിക്ക് ദീർഘമായ ഒരു ചരിത്രമുണ്ട്. ഈ വിപുലീകൃത പര്യവേക്ഷണത്തിൽ ഈ കുറ്റവാളികളെ നീതിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഫോറൻസിക് മനഃശാസ്ത്രജ്ഞർ അവതരിപ്പിച്ച പ്രധാന കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. ടെഡ് ബണ്ടി, ആകർഷകനായ സീരിയൽ കില്ലർ. ടെഡ് ബണ്ടിയുടെ കേസ് ഫോറൻസിക് മനഃശാസ്ത്രത്തിൻ്റെ ശക്തി എന്ന നിലയിൽ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ബണ്ടി അമേരിക്കയിലെ ഏറ്റവും കുപ്രസിദ്ധമായ കരിസ്മാറ്റിക് കൊലയാളികളിൽ ഒരാളായ ഒരു വ്യക്തി. തിയോഡർ റോബർട്ട് ബണ്ടി 1970കളിലും അതിനു മുമ്പും നിരവധി യുവതികളെയും പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടുപോവുകയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു അമേരിക്കൻ സീരിയൽ കില്ലറായിരുന്നു. ഒരു ദശാബ്ദത്തിലേറെ നീണ്ട നിഷേധങ്ങൾക്ക് ശേഷം 1974നും 78നും ഇടയിൽ 7 സംസ്ഥാനങ്ങളിലായി നടത്തിയ 30 നരഹത്യകൾ അദ്ദേഹം ഏറ്റുപറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അജ്ഞാതമാണ്. തൻ്റെ സ്വസിദ്ധമായ ആകർഷണീയത കൊണ്ട് കൊലപാതകങ്ങൾ മറച്ചുവെക്കാൻ അയാൾക്ക് സാധിച്ചു. കൂടാതെ താൻ നിരപരാധിയാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ ബോധ്യപ്പെടുത്തുന്നതിനും അയാൾ ഈ തന്ത്രം ഉപയോഗിച്ചു. പൊതുസ്ഥലത്ത് ഒരു സ്ത്രീയെ സമീപിക്കുന്നതും കൂടുതൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനത്തിലേക്ക് അവളെ വശീകരിക്കുന്നതുമായിരുന്നു അവൻ്റെ പതിവ് രീതി. പിന്നീട് അവരെ ക്രൂരമായി ബോധം മറയുന്നതുവരെ മർദ്ദിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഒരു ഉദ്യോഗസ്ഥനായോ അല്ലെങ്കിൽ ഒരു ശാരീരിക വൈകല്യമുള്ളവനായോ അതുമല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ആവശ്യപ്പെട്ടുകൊണ്ടോ ഇരകളെ വശീകരിച്ച് ബണ്ടി തൻ്റെ ലക്ഷ്യത്തിലെത്തിച്ചിരുന്നു. കൂടാതെ ശവശരീരങ്ങളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. തെളിവുകൾ ഇല്ലാതാക്കാൻ മൃതദേഹങ്ങൾ വന്യമൃഗങ്ങളാൽ നശിപ്പിക്കപ്പെടുന്ന രീതിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഒരു ഇരട്ട ജീവിതം നയിക്കാനുള്ള ബണ്ടിയുടെ കഴിവ് അമ്പരപ്പിക്കുന്നതായിരുന്നു. കുറഞ്ഞത് 30 സ്ത്രീകളെയെങ്കിലും ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു രാഷ്ട്രീയ ജീവിതം പണിയുകയും ദീർഘകാല ബന്ധം പുലർത്തുകയും ചെയ്തതെങ്ങനെ? മനഃശാസ്ത്ര വിദഗ്ധർ നിരവധി വർഷങ്ങളായി കുപ്രസിദ്ധമായ ഈ കേസ് പഠിക്കുന്നു. തോമസ് വിഡീഗറാണ് അതിലൊരാൾ. ഒരു സീരിയൽ കില്ലറായി ബണ്ടി അദ്വിതീയമായിരുന്നോ? ബണ്ടി പ്രത്യേകിച്ചും രസകരമായിരുന്നു, കാരണം അവൻ സുന്ദരവും വ്യക്തവുമാണ്. പലരും ചിന്തിച്ചു, ക്രിമിനൽ റെക്കോർഡുകളൊന്നുമില്ലാത്ത ഒരു ക്ലീൻ കട്ടായ വിദ്യാർത്ഥിക്ക് എങ്ങനെയാണ് ഇത്ര കൊലപാതകങ്ങൾ ചെയ്യാൻ പറ്റുന്നത്? കേസിൻ്റെ വസ്തുതകൾ ആകർഷിക്കുമ്പോൾ ഒരു സീരിയൽ കൊലപാതകി എന്ന നിലയിൽ ബണ്ടി അദ്വിതീയമായിരുന്നില്ലെന്ന് വിഡീഗർ പറയുന്നു. അയാൾ ഭൂരിഭാഗവും വൈകാരികമായി സ്ഥിരതയുള്ളതായിരുന്നു. വഞ്ചനാപരമായ ഒരു സ്വഭാവമാണ്. സുഖകരമാകാൻ അവർ ബുദ്ധിയുടെ മുഖംമൂടി ധരിക്കും, അദ്ദേഹം വിശദീകരിച്ചു. ഒരു നിശ്ചിത നിമിഷത്തിലും അമേരിക്കയിൽ ഒരു സീരിയൽ കൊലപാതകി ജനിക്കുന്നു. അവയും ഇരയും തമ്മിൽ വ്യക്തിപരമായ ബന്ധമില്ലാത്തതിനാൽ അവരെ പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബണ്ടിയുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് അറിയാമോ? ഫ്ലോറിഡ കൊലപാതകങ്ങൾക്ക് വിചാരണ നേരിട്ടപ്പോൾ ബണ്ടിക്ക് ഒരു മാനസികാരോഗ്യ വിലയിരുത്തൽ ലഭിച്ചു. വാസ്തവത്തിൽ സൈക്കോപതിയുടെ പിതാവ് ആയി കണക്കാക്കപ്പെടുന്ന ഹെർവി കെക്ലി ഇയാൾക്ക് അഭിമുഖം നടത്തി. ബണ്ടിയെ ഒരു സൈക്കോപാത്തായി നിർണയിക്കുന്നു. നിർവചനമനുസരിച്ച് മാനസിക രോഗി ജീവിതത്തിലൂടെയുള്ള സാമൂഹിക വേട്ടകൾ സൃഷ്ടിക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനസാക്ഷിയും അനുഭാവവും ഇല്ല. ഒപ്പം ആത്മവിശ്വാസമോ പശ്ചാത്താപമോ ഇല്ലാത്ത ഇവർ എല്ലാം സ്വാർത്ഥമായി എടുക്കുന്നു. ആൻറ്റി സോഷ്യൽ ഡിസോർഡർ എന്നതിന് കീഴിലുള്ള
ഒരു വ്യക്തിത്വ സവിശേഷതയാണ് സൈക്കോപാത്ത്. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾക്ക് ഒരു പശ്ചാത്താപം കൂടാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന ഒരു ദീർഘകാല രീതിയുണ്ട്. വിഡീഗർ പറഞ്ഞത് ക്ലെക്ലിയുടെ വിശകലനം കൂടുതലും കൃത്യമാണ്. എന്നിരുന്നാലും നെക്രോഫീലിയ, പാരഫീലിയ, സാഡിസം എന്നിവയും കൂടുതൽ ഇയാൾക്കുണ്ട്. വിഡീഗറിൻ്റെ ഗവേഷണമനുസരിച്ച് ബണ്ടിക്ക് ഇനി പറയുന്ന സ്വഭാവ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു: വിരോധാഭാസം, വഞ്ചന, കൃത്രിമം, കോംപ്ലക്സ്, ചൂഷണം, അഹങ്കാരി. പുറംതൊലി, ഇടപഴകുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ഉയർന്ന മനസാക്ഷി, വിദഗ്ധരും കഴിവുള്ളവരും ചിന്തനീയവും ചിട്ടയുക്തവും ഉത്സാഹവുമുള്ളതുമാണ്. കൂടെ കുറഞ്ഞ ന്യൂറോട്ടിക്സം, വാചാലതയും മനോഹാരിതയും നിർഭയത്വവും. വിജയകരമായ സൈക്കോപാത്ത് എന്ന നിലയിൽ ബണ്ടിയെ നിർവചിക്കുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? വിഡീഗർ ഒരു നിഗമനത്തിലെത്തി. വിജയകരമായ ഒരു സൈക്കോപാത്തിൻ്റെ പ്രധാന സ്വഭാവ സവിശേഷതകളാണ്, അതായത് വിരോധാഭാസത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾ. എന്നിട്ടും ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതിലും വിജയിക്കാൻ പറ്റുന്നു. കഠിനമായ മനസാക്ഷിയേക്കാൾ ഉയർന്ന തോതിലുള്ള അവൻ്റെ സ്വഭാവ വിശേഷങ്ങൾ കാരണം ഒരു വിജയകരമായ ഒരു മനോരോഗിയാണെന്ന് ഞാൻ പറയും, അദ്ദേഹം വിശദീകരിച്ചു. ബണ്ടിയെ 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വധിച്ചെങ്കിലും കൂടുതൽ പഠിക്കുന്നതിനും കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു ഉപയോഗപ്രദമായ ഉപകരണമാണെന്ന് വിഡീഗർ വിശ്വസിക്കുന്നു. ഫോറൻസിക് സൈക്കോളജിയിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.